വാരണാസിയിലെ ആ ഗംഗാ ആരതി ചടങ്ങ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ആത്മീയ പാരമ്പര്യം നിറഞ്ഞ ഒരു ദിവ്യാനുഭവം. ഗംഗാതീരത്ത് ദീപങ്ങളും മന്ത്രോച്ചാരങ്ങളും സംഗീതവും ഒന്നാകുമ്പോൾ ഭക്തിയും ഭംഗിയും ചേർന്ന അതുല്യമായ ഒരു കാഴ്ചയായി അത് മാറുന്നു. ഇപ്പോൾ അതേ ആത്മീയ അനുഭവത്തിന്റെ സ്പർശം നമ്മുടെ കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും വെളിച്ചമായി തളി ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ആരതി ചടങ്ങിന്റെ വിശേഷങ്ങളിലേക്കാണ് മലബാർ മൈക്ക് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും മലബാർ മൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാശിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഗംഗാതീരത്തെ ആ മനോഹരമായ ഗംഗാ ആരതിയായിരിക്കും. എന്നാൽ അങ്ങ് അകലെ വാരണാസിയിൽ മാത്രം കണ്ടു ശീലിച്ച ആ ദൃശ്യം ഇരുന്നിപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ മണ്ണിലും സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ച. ആ വലിയ ദീപങ്ങൾ വായിൽ താളാത്മകമായി ചലിക്കുമ്പോൾ തളിയിലെ കുളത്തിലെ ഓളങ്ങളിൽ അവ സ്വർണ്ണ നിറത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ കാശിയിലാണോ എന്ന് തോന്നിപ്പോകും വിധം പ്രൗഢഗംഭീരമായൊരു ചടങ്ങ്. ഇത് കേവലം ഒരു പൂജ മാത്രമല്ല, കാണുന്നവരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഒരു കല കൂടിയാണ്. ആ ദീപപ്രഭയിൽ തളിയുടെ ഓരോ കല്ലും തൂണും ഭക്തിസാന്ദ്രമാവുകയാണ്. ഇതിന്റെ പ്രത്യേകത 14,641 ഒരു രുദ്രവും 1,331 ഒരു ചമകവും 11 ദിവസം കൊണ്ട് 121 ഋത്തിക്കുകൾ ഇരുന്നു കൊണ്ട് ജപിക്കുന്ന ഒരു മഹായജ്ഞമാണ് നമ്മളുടെ ക്ഷേത്രത്തിൽ. അത് 6 ദിവസമായി നമ്മൾ അത് ഒരുക്കിയിരിക്കുകയാണ്. ഇത്തരം ഒരു ജപത്തിന്റെ ഭാഗമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ സുഹൃതമായ നിമിഷമാണ്. അതുകൊണ്ട് രാവിലെ 6 മുതൽ തുടങ്ങുന്ന ഈ അതിരുദ്ര മഹായജ്ഞത്തിന്റെ ഭാഗമായി അത് ആ ജപം നടക്കുമ്പോൾ വന്ന് സാക്ഷ്യം വഹിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ വൈബ്രേഷൻ നമ്മളുടെ ശരീരത്തിൽ പോസിറ്റീവായി എല്ലാ വിധത്തിലുള്ള നന്മകളും ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ല, സുനിശ്ചിതമാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുതൽ 16 വരെയുള്ള അതിരുദ്ര മഹാരുദ്രയജ്ഞത്തിൽ രാവിലെ 6 മുതൽ 1:30 വരെയുള്ള സമയത്തിൽ എപ്പോഴെങ്കിലും വന്ന് തൊഴുത് നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്തു പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോടിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഈ തളി ആരതി ഇനിയൊരു പ്രധാന നാഴികക്കല്ലായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല.